ധ്രുവ് റാട്ടി എന്ന യൂട്യൂബറെ കുറിച്ചാണ്. പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ആ പേര് സുപരിചിതമായിരിക്കും. സമകാലിക ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. പലപ്പോഴും സംഘപരിവാർ കേന്ദ്രങ്ങളിലെ നുണ ഫാക്ടറികളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ പൊളിച്ചടുക്കി കണക്കുകൾ നിരത്തി സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ധ്രുവ് റാട്ടി. അദ്ദേഹത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ പ്രതിപക്ഷം എടുക്കേണ്ട പണി അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി ഒറ്റയാളായിട്ട് നിന്ന് ചെയ്യുകയാണ് ധ്രുവ്. ധ്രുവ് മാത്രമല്ല, ധ്രുവിനെ പോലെ ഇതേ പണിയെടുക്കുന്ന കുറേ അധികം ആളുകളെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ കാണാൻ പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, യൂട്യൂബർമാർ മെയിൻ സ്ട്രീമായി മാറുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട് എന്നതാണ്. അതിന് ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും രേഷ്മ. ഒന്നാമത് 2015-16 ജിയോ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള ഇൻ്റർനെറ്റ് വിപ്ലവം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ തന്നെ ഏതാണ്ട് 75-80% ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്, യൂട്യൂബ് വഴി വിവരങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ആളുകൾ ഇറങ്ങി വന്നിരിക്കുന്നു എന്നതാണ് ആ സാധ്യത. ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം മീഡിയ ചെയ്യുന്നതിനേക്കാളും വലുതായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു പ്രതലം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലാകെ തന്നെ ഒരു 50 കോടിയോളം ടെലിവിഷൻ കാഴ്ചക്കാരുണ്ടെന്ന് വിചാരിക്കുന്നു. 45-46 കോടിയോളം ആളുകൾ യൂട്യൂബ് ഓർ മൊബൈൽ ഫോൺ വഴി ഉപയോഗിക്കുന്നതാണ് കണക്കുകൾ. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കാണാൻ കഴിയുന്ന കണക്കുകൾ. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, പ്രസരണ ശേഷിയുള്ള ആളുകളിലേക്ക് എത്താനുള്ള ഒരു ശേഷി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ശേഷിയെ ഉപയോഗപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ധ്രുവിൻ്റെ വീഡിയോകൾ, അയാളുടെ എഫേർട്ടുകൾ ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഫാക്ട് ചെക്കിംഗ് എന്ന നിലയ്ക്കാണ് നമ്മൾ ധ്രുവ് റാട്ടിയുടെ വീഡിയോ കണ്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം എക്സ്പ്ലെയിനറുകളുമായിട്ട് വരാൻ തുടങ്ങി. ഫൈനലിയാണ് അയാൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ക്രൈസിസ് എന്താണ്, BJP സർക്കാർ ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന പരിക്ക് എന്താണ്, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് മോദി സർക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വലിയ PR എക്സസൈസിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം വലിയ കുതിപ്പിലാണ്. ഇന്ത്യ ലോക ജനാധിപത്യത്തിൻ്റെ മാതാവിനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഡെമോക്രസി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് രാജ്യം എന്നതിലേക്ക് ഒരു ശക്തിയായിട്ട് വരികയാണ് എന്നൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടത്തുകയും ഇന്ത്യ എല്ലാം കൊണ്ടും ആരോഗ്യകരമായി പോവുകയും ചെയ്യുകയാണ് എന്ന യാഥാർത്ഥ്യം നോക്കി എന്ന കഥ ഇന്ത്യയെ ഏതാണ്ട് വിശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്കൊരു ഒരു 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 വസ്തുത പറയാൻ, അല്ലെങ്കിൽ സംഗതി ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രധാന സംഗതിയാണ്. അവിടെയാണ് ധ്രുവിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഒറ്റ വീഡിയോ കൊണ്ട് അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നത്. സാധാരണ സാധ്യമാകാത്ത ഒന്നാണ്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പോലും നടക്കാത്ത ഒരു കാര്യം ധ്രുവിനെ പോലുള്ള ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നതിൻ്റെ പ്രാധാന്യം അതിനകത്തുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാകാൻ പോവുകയാണെന്നുള്ള വീഡിയോ അയാൾ ചെയ്യുന്നത്. അത് 5 ദിവസം ട്രെൻഡിങ് ആയിരുന്നു അയാളുടെ ടൈറ്റിൽ. അതിനുശേഷം ഇപ്പം സംശയമുള്ളവരുണ്ടോ എന്ന് ചോദിച്ച് പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ ട്രെൻഡിങ് വീഡിയോ ആണ്. അപ്പോൾ അയാൾക്കെതിരെ സംഘ് പരിവാർ വലിയതുള്ള പ്രത്യാക്രമണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? ഇയാൾ ശല്യമാണ്. രാഹുൽ ഗാന്ധി ഉണ്ടാക്കാത്ത ശല്യം ഇയാൾ ഉണ്ടാക്കുകയാണ്. ഇയാൾ പറയുന്നതിനെ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ ധ്രുവിൻ്റെ ഒരു വീഡിയോ, ഇന്ത്യ ഒരു ഓട്ടോക്രാറ്റ് സ്റ്റേറ്റായി പോവുക, ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാവുകയാണോ, ഇന്ത്യ ഒരു നോർത്ത് കൊറിയയോ ചൈനയോ ആയി മാറുകയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അയാൾ ചോദിച്ചിട്ട് അയാൾ കുറേ ഉദാഹരണങ്ങൾ ഈ സമീപകാലത്ത് നടന്നതിന് എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം വളരെ കൺവിൻസിങ് ആണ്. ആ വീഡിയോ കണ്ട ഒരു ശരാശരിക്കാരൻ, രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുറത്തേക്ക് നോക്കിയാൽ എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നടക്കുന്ന എന്തിനേയും അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ്, ഒരു ഏകാധിപത്യ സ്റ്റേറ്റ് ആണോ എന്ന് ചോദ്യത്തിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനെയും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ധ്രുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. സംഗതി ശരിയാണല്ലോ, ശരിയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഈ വീഡിയോ കണ്ടവരുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ കൂടുതൽ വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനെയും, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനെയും ഒരു കേന്ദ്രത്തിൽ നിന്നും ഒരു ആലോചനയിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് എന്ന് പഠിപ്പിക്കുന്നതിൽ, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ അതിൻ്റെ മാസ്റ്റർ വർക്ക് എന്ന് പറയുന്ന സംഗതി. അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് അതാണ്. അത് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സോ അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണാനും ഇയാളുടെ പഴയ വീഡിയോകൾ കാണാനൊക്കെ കൂടുതൽ ചെറുപ്പക്കാർ വരുന്നു. അത് ആളുകളെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആകുമെന്ന് ചോദിച്ചാൽ, നാളെ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ, ഈ കാണുന്ന ആളുകൾ മുഴുവൻ പുതുതായി മോദിയുടേതല്ലാത്ത, എന്ന് വെച്ചാൽ മോദി ഭക്തരായിരുന്ന ആളുകൾ ഇത് കണ്ടിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതോ ഇപ്പോൾ കാണുന്നത് ഓൾറെഡി ഈ മോദിയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണോ എന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും.
പക്ഷേ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാത്ത ഒരു സംഗതി ഇത്തരം ആളുകൾ ചെയ്യുന്നുണ്ട്. അത് കാരണം ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച കൂടിയാണ്. അപ്പോൾ ഇവർ മാത്രമൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ സമയത്താണ് മൻദീപ് പുനിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പോലീസ് മൻദീപ് പുനിയ അവനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഡൽഹി പോലീസ് ഓടിച്ചിട്ട് തല്ലി ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. കാരണം എന്താണ്? TV ചാനലുകൾ എന്തായാലും നമുക്കെതിരെ ഒന്നും പറയില്ല. TV ചാനലുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റും മൻദീപ് പുനിയെപ്പോലുള്ള ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. രവീഷ് കുമാർ, അല്ലെങ്കിൽ എന്താണ് നേരത്തെ NDTVയിലുണ്ടായിരുന്ന ആ വനിത, അവരുടെ പേരെന്താണ്, എന്താ പറയുന്നത്, മോജോ സ്റ്റോറീസിൻ്റെ ബർക്കാത്ത്, ഇവരൊക്കെയും ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു എന്താ ആക്സസ് എന്താണ് ആളുകളിലേക്ക് എത്തുന്നത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ധ്രുവിനെ സംബന്ധിച്ച് അയാൾ എന്താ പറയുന്നത്, ഈ ജേർണലിസം എന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്നു എന്ന നയപരമായി അങ്ങനെ നോക്കിയാൽ ജേർണലിസം എന്താണ് ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യം മെയിൻ സ്ട്രീം മീഡിയ ചെയ്യാത്ത ഒരാൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അത് ഫലപ്രദമാകുന്നുണ്ട്, അത് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അതിലേക്കുള്ള പലതരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് വരാൻ ഇപ്പോൾ തയ്യാറാവുന്നു. കൂടുതൽ ആളുകൾ ഇപ്പോൾ ആ നിലയ്ക്കുള്ള ജേർണലിസം സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. അത് ആളുകളെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് ഗുണപരമാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യം. 8 കൊല്ലമായി ഈ ധ്രുവിൻ്റെ ചാനൽ ആരംഭിച്ചിട്ട്. ആദ്യം അതൊരു ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന 11 വർഷമായി, 2013 തുടങ്ങി ആണോ? യെസ്, ഓക്കെ. അതിനുശേഷം പിന്നെ എക്സ്പ്ലെയിനറുകൾ ചെയ്യുന്നതിന് മുമ്പ് ഫാക്ട് ചെക്കിംഗ് വീഡിയോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എക്സ്പ്ലെയിനർ വന്നു. ഇപ്പോൾ ഈ ഇന്ത്യ ടുഡേയ്ക്കും NDTVക്കും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ വരിക്കാറുള്ള ചാനൽ കൂടിയാണ്. ഞാനിതിനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് കേരള സ്റ്റോറി സിനിമ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രമാത്രം വിദ്വേഷം കേരളത്തിനെതിരെ ഈ ലവ് ജിഹാദിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് അതിനെ ഒരു 2 മിനിറ്റ് കൊണ്ട് ആദ്യം തന്നെ ധ്രുവ് അതിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. മലയാളികളൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത വീഡിയോ കൂടിയായിരുന്നു അത്. ഈ നിഷാദോട് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് 2014 ശേഷം, 2014 എന്ന് പറയാൻ പറ്റില്ല, 2013 അതിൻ്റെ ശരിക്കും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഇയർ. 2013 റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അന്നത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് രാജ്യത്ത് 20ഓളം ടെലിവിഷൻ ചാനലുകൾ ഒറ്റയടിക്ക് വാങ്ങുന്നത്. പല ഭാഷകളിലായി അവർ വാങ്ങുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ടെലിവിഷൻ നെറ്റ്വർക്കായ News 18 നെറ്റ്വർക്ക് അവർ വിലയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മീഡിയ പോളിസി ഉണ്ട്. അതിൻ്റെ ആ മീഡിയ പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകളുടെ കൈവശത്തിലേക്ക് രാജ്യത്തെ മാധ്യമങ്ങൾ അക്യുമുലേറ്റ് ചെയ്യരുത്, അവർ വാങ്ങിക്കൂട്ടരുത് എന്നുള്ളൊരു പോളിസി ഇന്ത്യയിലുണ്ടായിരുന്നു. പത്രങ്ങളുടെ കാര്യത്തിൽ അത് കൃത്യമായി പാലിക്കപ്പെട്ടു പോകുന്നുണ്ട്. പുതിയ പത്രങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ചിലൊക്കെ സർക്കാർ എക്സിക്യൂട്ടീവ് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അക്കാര്യം ഒരു തത്വം പോലെ പിന്തുടരുന്നുണ്ട്. ഇവിടെ ടെലിവിഷൻ്റെ കാര്യത്തിൽ, കാരണം 90-കൾക്ക് ശേഷം ടെലിവിഷൻ്റെ കാലമാണ്, 90-കൾക്ക് ശേഷം. അപ്പോൾ ടെലിവിഷൻ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. പിന്നെ ഡിജിറ്റൽ മീഡിയയുടെ ഒരു കൺവെർജൻസിലേക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അങ്ങനെ ഒരു കാര്യമായിട്ട് വരാത്ത സമയമാണ് 2013 പറയുന്നത്. സോഷ്യൽ മീഡിയ വരുന്നുണ്ട്, പക്ഷേ വാർത്തകളുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ രംഗത്തല്ല ആ സമയത്ത്. അപ്പോൾ ടെലിവിഷൻ ഒരു കോർപ്പറേറ്റ് വാങ്ങിക്കൂട്ടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, ഈ ടെലിവിഷൻ ചാനൽ മുഴുവൻ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ഈ ടെലിവിഷൻ ദേശീയ തലത്തിലുള്ള ഹിന്ദി, ഇംഗ്ലീഷ് ചാനലുകൾ മുഴുവൻ ഭരണകൂടത്തിൻ്റെ കൊഴുത്തുകാരായി മാറുന്നു. അതായത് പ്രതിപക്ഷത്തിന് എയർ ടൈം അനുവദിക്കാതിരിക്കുക, പ്രതിപക്ഷത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രതിപക്ഷത്തിനെതിരായ വാർത്തകൾ കൊടുക്കുക, സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാതിരിക്കുക, സർക്കാർ ചെയ്യുന്ന എല്ലാ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള നടപടികളെയും കണ്ടില്ലെന്ന് നടിക്കുക, മറച്ചു വയ്ക്കുക. അത്തരം പ്രധാനപ്പെട്ട സെൻസിറ്റീവ് വിഷയങ്ങൾ വരുമ്പോൾ വർഗീയമായ, ജനങ്ങളിൽ വിഭജനം ഉണ്ടാക്കുന്ന വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ കൊണ്ടുപോകുന്ന വിധം അജണ്ട സെറ്റ് ചെയ്യുക. ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഡിജിറ്റൽ വിപ്ലവം ഉണ്ടാകുന്നത്, ഇൻ്റർനെറ്റ് വ്യാപകമാവുന്നത്. ആ സമയത്ത് ആണ് ഈ പറയുന്ന പോലെ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നോ അല്ലെങ്കിൽ സമാന്തര മാധ്യമങ്ങൾ എന്നൊക്കെ പറയാവുന്ന മാധ്യമങ്ങൾ ഡിജിറ്റൽ മേഖലയിൽ ഉയർന്നു വരുന്നത്. ദ ക്വിൻറ്റ്, വയർ തുടങ്ങിയ ചെറിയ, പക്ഷേ അവരുടെ റീച്ച് വളരെ കുറവാണ്. ഒന്നാമത് ഇംഗ്ലീഷിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുന്ന ആളുകൾ വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന ഭാഷ, വാർത്തകളറിയെ ആശ്രയിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. പക്ഷെ നമ്മൾ ദൗർഭാഗ്യവശാൽ നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്, ഹിന്ദി ഭാഷയിലുള്ള മുഴുവൻ മാധ്യമങ്ങളും എന്താണ് പറയുക, മാധ്യമങ്ങളെന്ന ഒരു നില വിട്ടിട്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നു. ജനങ്ങൾക്ക് വിഭജനം ഉണ്ടാക്കുന്ന, പച്ചക്കള്ളം പറഞ്ഞ് വിഭജനം ഉണ്ടാക്കുന്ന ചാനലുകളായി മാറുന്നു. അതിൽ വളരെ ഒരുപാട് പഴക്കം ചെന്ന മാധ്യമങ്ങൾ, ഇപ്പോൾ ZTV പോലുള്ള ചാനലുകൾ, ZTVയുടെയൊക്കെ ഹിന്ദി വേർഷൻ, അതുപോലെ ഇപ്പോഴും റിലയൻസിൻ്റെ കയ്യിലിരിക്കുന്ന News 18 ഇന്ത്യ എന്ന് പറയുന്ന ചാനൽ, അത് ഹിന്ദിയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കണ്ടൻറ്റ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തതിൻ്റെ പേരിൽ
നടപടികൾ നേരിട്ട ചാനൽ കൂടിയാണ് ന്യൂസ് 18 ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് NDTVയുടെ ഹിന്ദി ചാനലിൽ രവീഷ് കുമാർ വലിയ തോതിലുള്ള പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. രവീഷ് ഈ മാധ്യമങ്ങളെ മുഴുവൻ ഗോദി മീഡിയ എന്ന് വിളിച്ചു. ഗോദി മീഡിയ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് രവീഷ് കുമാറാണ്. ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ അത് ലാപ്ടോപ്പ് ജേർണലിസം എന്നതിൻ്റെ ഒരു ഹിന്ദി വാക്കാണ് ഗോദി മീഡിയ. അതിന് മോദിയുമായി ബന്ധമുള്ളതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് പ്രചാരത്തിലാവുകയും ചെയ്തു, ജനപ്രിയമാവുകയും ചെയ്തു ആ പ്രയോഗം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരിക്കും, ഇതായിരുന്നു നമ്മുടെ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പ്. ഒരു വശത്ത് മുഴുവൻ മാധ്യമങ്ങളും ഭരണകൂടത്തിൻ്റെ കൊഴുത്താരായി മാറുന്നു. വളരെ ചുരുക്കം സമാന്തര മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ ഇതിനെതിരെ സംസാരിക്കുന്നു, പക്ഷേ അവർക്ക് ട്രാക്ഷൻ ഇല്ല. അവിടെയാണ് 3 പേർ, ഒന്ന് പ്രതീക് സിൻഹയും മുഹമ്മദ് സുബൈറും മറ്റൊന്ന് ധ്രുവ് റാട്ടിയും വ്യത്യസ്തരാകുന്നത്. പ്രതീക് സിൻഹയും മുഹമ്മദ് സുബൈറും ജേർണലിസ്റ്റുകളെ അല്ല, അവർ IT പ്രൊഫഷണൽസാണ്. പ്രതീക് സിൻഹയാണെങ്കിൽ മുകുൾ സിൻഹയുടെ മകനാണ്. ഗുജറാത്ത് റൈറ്റിൻ്റെ കാലത്തെ ആക്ടിവിസ്റ്റായിരുന്നു അദ്ദേഹം മരിച്ചുപോയതിന് ശേഷമാണ് പ്രതീക് സിൻഹ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രതീകും മുഹമ്മദ് സുബൈറും ചെയ്യുന്നതാണ് ഈ പറയുന്ന ഗോദി മീഡിയ ഉൽപ്പാദിപ്പിക്കുന്ന തെറ്റായ വാർത്തകൾ, കള്ളക്കഥകൾ, ഇത് മുഴുവൻ ഫാക്ട് ചെക്ക് നടത്തി പൊളിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിവിസമാണത്. അതിനൊരു ആക്ടിവിസമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ ജേർണലിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ജേർണലിസ്റ്റുകളല്ലാത്ത 2 പേർ ചേർന്ന് ജേർണലിസ്റ്റിൽ ചെയ്യേണ്ട, ഈ കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണ്. മറ്റൊന്ന് ധ്രുവ് റാഠിയാണ്. ധ്രുവ് റാഠി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വളരെ പെട്ടെന്ന് 2014 ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഞാനിതല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത്തരം കണ്ടൻറ്റ് ഇറക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാനിടയായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ജർമ്മനിയിൽ പഠിച്ച ഒരാളാണ്, ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്, അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് വിവാഹം കഴിച്ച് അവിടെ ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയിലെ സോഷ്യൽ സിറ്റുവേഷനെ കുറിച്ചും വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് വളരെ ഗഹനമായ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയങ്ങളെ ഇന്ത്യയിലെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ, ആ ഹിന്ദി ഭാഷയിൽ ഏറ്റവും ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ ബഹുമാനം, 30 വയസ്സുള്ള ആൾക്ക്, പക്ഷേ വയസ്സല്ല, അദ്ദേഹം ചെയ്യുന്ന ജോലി വെച്ച് നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ മൂപ്പര് അദ്ദേഹത്തെ പറ്റി തന്നെ പറയുന്നത് ഞാൻ ഒരു എഡ്യൂക്കേറ്ററാണെന്നാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത മനുഷ്യന് ഒരു ബേസിക് നോളജ് അതിനെപ്പറ്റി കിട്ടുമെന്നുള്ളതാണ്. അത്ര ലളിതമായ ഭാഷയിൽ ഗഹനവും കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങൾ ജനങ്ങൾക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രസന്നമായ അവതരണമാണ്. ഒരാൾക്ക് കണ്ടാൽ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ അവതരണം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അത് കേട്ടിരിക്കാൻ തോന്നും. അതിൽ അദ്ദേഹം പറയുന്നതൊന്നും കേട്ടില്ല, ഇപ്പോൾ ചുമ്മാ നോക്കിയിരിക്കാൻ തോന്നുന്ന രീതിയിൽ വളരെ ചടുലമായ അവതരണമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം എന്താണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടത് അദ്ദേഹം ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ നിന്നിട്ട് ഒരു രാജ്യസ്നേഹി അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആ ഗവൺമെൻറ്റിൽ നിന്ന് സംരക്ഷിക്കുന്ന ആളായിരിക്കുമെന്നൊരു ക്യാപ്ഷൻ ഇട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിനർത്ഥം ഹീസ് കമ്മിങ് ബാക്ക് ടു ഇന്ത്യ എന്നാണ്. പക്ഷെ അങ്ങനെ വരാനിടയായ കാരണം കുനാൽ കമ്രയും ഇദ്ദേഹമൊക്കെ ചേർന്നിട്ടൊരു പോഡ്കാസ്റ്റ് അല്ല ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവരെല്ലാവരും ഇരുന്നിട്ട്. അപ്പോൾ കുനാൽ കമ്ര ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ധൈര്യം എന്ന് വെച്ചാൽ കാരണം ജർമ്മനിയിൽ ഈ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ള വളരെ എളുപ്പമുള്ളവരാണ്. കുനാൽ കമ്രയൊക്കെ ഏത് നേരം വേട്ടയാടപ്പെടുന്ന ആളാണ് ഇന്ത്യയിൽ നിന്നിട്ട്. ആ വീഡിയോയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തിരിച്ചു വരികയാണ്. എൻ്റെ ഭയം അതല്ല. അപ്പോൾ രാജ്യത്ത് ഗോദി മീഡിയയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന്. ഒരു പക്ഷേ ഈ ഗോദി മീഡിയ സ്പ്രെഡ് ചെയ്യുന്ന, നേർക്ക് നേരെ സ്പ്രെഡ് ചെയ്യുന്ന വിഷയങ്ങളെക്കാൾ കൂടുതൽ വിഷയങ്ങളും കൂടുതൽ വ്യൂവേഴ്സ് ഇതിനുണ്ട്. എന്നിരിക്കെ ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ ഡിജിറ്റൽ ലോ പ്രകാരം തന്നെ കുടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എടുത്ത് അകത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കേസ് ഉണ്ടാക്കിയാൽ മതി. ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കേസ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ പൗരസ്വാതന്ത്ര്യം നിലനിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ആശിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രമാത്രം ആശിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. കേരളത്തിലാണ് ശരിക്കും ഇപ്പം ഇത് ഡിജിറ്റൽ സ്പേസിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താവുന്ന കാര്യത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷിഫ്റ്റ് നമ്മൾ കാണുന്നത് ധ്രുവിൻ്റെയൊക്കെ കാര്യത്തിൽ, മൻദീപിൻ്റെയൊക്കെ കാര്യത്തിൽ. കേരളത്തിൽ നോക്ക് നിങ്ങൾ, കേരളത്തിൽ നേരെ തിരിച്ചാണ്. എങ്ങനെ ഇതിനെ പ്രയോജനപ്പെടുത്താം? പരമാവധി ഹേറ്റ് പറയാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ മില്യൺ ഫോളോവേഴ്സുള്ള ആൾക്കാർ ആരാണ്? വെറുപ്പ് പറയുന്ന ആൾക്കാർ. ഇത് നിരുത്തരവാദപരമായി വെറുപ്പ് പറയുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അവർക്ക് റെസ്പോൺസിബിളായി എന്തും പറയാം, എന്തും ഭിന്നതയും ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഒരു സൊസൈറ്റി നിലയിൽ കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ധ്രുവിനെ പോലുള്ള ആളുകൾ മില്യൺസ് ആളുകൾ ഫോളോ ചെയ്യുകയും അയാൾ പറയുന്ന സംഗതികൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത്
നമ്മൾ വെറുപ്പും വിദ്വേഷവും പറയുന്ന ആളുകളെ നമ്മൾ മില്യൺ കണക്കിന് പോയി ഫോളോ ചെയ്ത് അതെല്ലാ ദിവസവും കേട്ട് ഇങ്ങനെ വിഷം തിന്ന് നശിക്കുകയാണ് ഈ കേരളം, ഈ പ്രബുദ്ധ കേരളം. കേരളത്തിലൊരു ധ്രുവറാട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാം? ഒന്നി അദ്ദേഹത്തിന് ചാപ്പ് കുത്തും, സുഡാപ്പി, സംഖി അല്ലെങ്കിൽ കമ്മി, അതുണ്ടാവുക. ഒരു ചാപ്പ് അദ്ദേഹത്തിന് ഉറപ്പായിട്ട് കിട്ടും. കേരളത്തിൽ ക്വാളിറ്റി ജേർണലിസം ഇതിലൊക്കെ ചെയ്യാൻ നിങ്ങൾ സ്റ്റാൻഡ് അലോണായി ശ്രമിച്ചു നോക്കി. ഇപ്പോൾ പ്രധാനപ്പെട്ട മീഡിയ ഹൗസുകളുടെ ഒക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്, മില്യൺസ് ഓഫ് ആളുകൾ ഫോളോ ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡ് അലോൺ പണിക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട് കേരളത്തിൽ ക്വാളിറ്റി കണ്ടന്റ് കൊടുത്താൽ നിങ്ങൾ പ്രയാസപ്പെടും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പ്രയാസപ്പെടും. ഒന്നാമത്തെ കാര്യം, കാരണം നമ്മൾ ഈ പഠിച്ചിട്ടില്ല ഇപ്പോഴും അതിനെ ഏറ്റെടുക്കാൻ. രണ്ടാമത്തത് ഈ പറഞ്ഞ ചാപ്പ, പിന്നെ ഈ പറഞ്ഞ ബിസിനസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് കൂടി ഇത് ആലോചിക്കേണ്ടതാണ്. യെസ്, സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് വലിയ ഹെയ്റ്റ് ഇപ്പോഴും ഈ ധ്രുവിൻ്റെ വീഡിയോയ്ക്കെതിരെ, ധ്രുവിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. കാലിക ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നു കേൾക്കേണ്ട, ഒരുപാട് പ്രചാരം ചെയ്യേണ്ട ഒരു ശബ്ദം കൂടിയാണ് ധ്രുവിൻ്റേത്. ഇനിയും അത്രയും ശക്തമായ കണ്ടന്റുകളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ തന്നെ കഴിയട്ടെ.